മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ സംഭവിക്കുന്നതെല്ലാം യോഹന്നാൻ്റെ ശിഷ്യന്മാർ കണ്ട് യോഹന്നാൻ്റെ അരികിൽ ചെന്ന് പറയുകയാണ് ഈശോ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. അപ്പോൾ യോഹന്നാൻ അവരോട് ഇപ്രകാരം ചോദിക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ്: നീ തന്നെയാണോ വരാനിരിക്കുന്ന രക്ഷകൻ? ഇവനാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറഞ്ഞവൻ. സംശയം പ്രകടിപ്പിക്കുകയാണ്. അത് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടല്ല, വിശ്വാസം വളരാനുള്ള ഒരു ചോദ്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ സംശയത്തിൽ നിന്ന് നിരാശയിലേക്കല്ല നമ്മൾ പോകേണ്ടത്, അവിശ്വാസത്തിലേക്കല്ല പോകേണ്ടത്. ആ സംശയത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. യോഹന്നാൻ വിശ്വാസം വളർത്തുന്നതിന് വേണ്ടി, ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്. ഇതുപോലെ ദൈവീകമായ കാര്യങ്ങളിൽ സംശയമുണ്ടാകുമ്പോൾ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട്, ആ സംശയത്തെ മാറ്റാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. രണ്ടാമതായിട്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, ഈശോ ഞാനാണ് രക്ഷകനെന്ന് പറയുന്നില്ല. പകരം ഈശോ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പോയി യോഹന്നാനോട് പറയുക എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രവർത്തികളിലൂടെ, സംഭവങ്ങളിലൂടെ സംസാരിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ്. ദൈവം നമ്മോട് ചില സംഭവങ്ങളിലൂടെ സംസാരിക്കും. നേരിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുകയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളിലൂടെ സംസാരിക്കും. ആ സംഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വീണ്ടും ഈശോനാഥൻ ഈ സുവിശേഷത്തിൽ പറയുകയാണ്, എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാനെന്ന്. ഈശോ പ്രവർത്തിക്കുന്നത് നമ്മുടെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ചായിരിക്കില്ല, നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തായിരിക്കില്ല. അവിടുത്തെ ഹിതം എന്താണോ, അവിടുത്തെ ഇഷ്ടമെന്താണോ അതിനനുസരിച്ചേ അവിടുന്ന് പ്രവർത്തിക്കുകയുള്ളൂ. നമ്മൾ കരുതുന്ന പോലെ ദൈവം പ്രവർത്തിക്കുമെന്ന് നമ്മൾ ആരും കരുതിയേക്കരുത്. ദൈവത്തിന് ഇഷ്ടമുള്ളത് അവിടുന്ന് പ്രവർത്തിക്കും. അത് സ്വീകരിക്കുക. അതൊരിക്കലും നമ്മുടെ നാശത്തിന് വേണ്ടിയായിരിക്കില്ല, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും. ഈ ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കരങ്ങളെ യാചനയോടെ പിടിച്ച് അവിടുത്തെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ എല്ലാ നിയോഗങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയെ, ഇവരുടെ വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളിൽ സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, ഇവർ ഇന്ന് ചെയ്യുന്ന സകലവിധ കാര്യങ്ങളിൽ നിന്നും സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാരത്തിൻ്റെ എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.